അപ്പൊ നമ്മൾ തുടങ്ങുകയാണേ. അപ്പോ എല്ലാവർക്കും ദ റെഡ്സ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കും പോഡ്കാസ്റ്റ് വേണം, നമുക്കൊരു ചാനൽ വേണമെന്ന് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. നമ്മളെന്ന് വെച്ചാൽ കേരള റെഡ്സ്. നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് 4-5 ഗ്രൂപ്പ് ഉണ്ട്. 4-5 അല്ല, അതിലധികം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പലർക്കും നമ്മൾ പലരെ അറിയാം. സുദീപിനെ അറിയാത്ത കേരളത്തിൽ ലിവർപൂൾ ഫാൻ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. സുദീപ് അതാണ്, ഡിക്റ്റേറ്റർ ആണ് നമ്മുടെ കേരള റെഡ്സിന്റെ. തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ പ്രസിഡന്റ് ആണ് പുള്ളി. അപ്പോ ഗ്രൂപ്പിലെ ചർച്ചകളും പിന്നെ ഗ്രൂപ്പ് ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള റെഡ്സ് തുടങ്ങിയത് ഏകദേശം ഇപ്പൊ 15 വർഷമായി തോന്നുന്നില്ല സുദീപ്. നമ്മള് ഓർക്കുട്ടില് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഫേസ്ബുക്ക് ആയി, അവിടുന്ന് വാട്സാപ്പ് ആയി, സ്ക്രീനിങ്ങുകളായി, പിന്നെ അവിടുന്ന് നമ്മള് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ സ്ക്രീനിങ്സ് ആയി. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായി. ഏറ്റവും വലിയ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ പരിചയപ്പെട്ടതും ഓൺലൈനിൽ പരിചയപ്പെട്ടതും അല്ലാതെ നമ്മൾ എല്ലാവരും ഏകദേശം പരിചയപ്പെട്ടിട്ട് 15ഓളം വർഷമായി. ഒരുപാട് പേര് കല്യാണം കഴിച്ചു, കുട്ടികളായി. ഒരുപാട് നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു, നമ്മൾ ഒരുപാട് ചെയ്തു. നമ്മൾ ജയിക്കാൻ പറ്റുന്ന എല്ലാ ട്രോഫീസും ജയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു തോന്നല്, നമുക്കും കൂടി ഇങ്ങനെ നമ്മുടെ ഫാൻസിനും എല്ലാവർക്കും കൂടി സംസാരിക്കാൻ വേണ്ടി ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് തുടങ്ങി നോക്കുന്നതാണ്. അത് തുടങ്ങുന്നത് ഈ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതിലാണ് ഏറ്റവും കോമഡി. കാരണം നമ്മള് ഈ സീസൺ തുടങ്ങുമ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചാണ്. കാരണം കഴിഞ്ഞ പ്രീമിയർ ലീഗ് ജയിച്ച പരേഡും പരിപാടിയൊക്കെ കണ്ടിട്ട് ഇനി മുതൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം കുറച്ചും കൂടി ഒന്ന് രസകരമായി കൊണ്ടുപോകണം തോന്നി. അങ്ങനെ തുടങ്ങുന്നതാണ്. ഇതില് നമ്മൾ ആരും എക്സ്പേർട്സ് അല്ല. നമുക്ക് എല്ലാവർക്കും വേറെ വേറെ തൊഴിലുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ആസ് ഫാൻസ് നമ്മുടെ ഒപ്പീനിയൻസ് ബയസ്ഡ് ആണ്, നമ്മുടെ ഒപ്പീനിയൻസ് പേഴ്സണൽ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ 4 പേർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് ഞാൻ ആദ്യം പറയട്ടെ. കാരണം നിങ്ങളെപ്പോലെ ഫാൻസ് ആണ്. നമുക്ക് ഇതിനായിട്ട് ജസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് എ പോഡ്കാസ്റ്റ്, വി വാണ്ട് ഹാവ് ഫൺ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറയാ, നിർത്തണമെങ്കിൽ നിങ്ങൾ പറയാ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കളിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ പോവാണ്. യുണൈറ്റഡിന്റെ കൂടെ ഹോമിൽ തോറ്റു. സുദീപ് പറഞ്ഞോ. ഒരു വല്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു. നമ്മള് കുറച്ച് സീസണായിട്ട് യുണൈറ്റഡിന്റെ ഹോം മാച്ച് ഒക്കെ നമ്മൾ തകർത്ത് ജയിക്കും, എവേ മാച്ച് ജയിക്കും. നമ്മളങ്ങനെ യുണൈറ്റഡിന്റെ എല്ലാ മാച്ചും ജയിക്കലും, അതുപോലെ യുണൈറ്റഡ് ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ അടുത്തൊക്കെ നമ്മള് യുണൈറ്റഡ് മാച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, നമ്മൾ ജയിക്കും എന്നുള്ളത്. അവരാണെങ്കിൽ തീരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥയിലും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ കുറെ വർഷങ്ങൾ അങ്ങനെ ആയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഇതിലേക്ക് കയറി വരുന്നത്. എന്താ, ലിവർപൂളിന്റെ ഒരു പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പെട്ടെന്നൊരു തോൽവി. അപ്പോ അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരുപാട് ഗ്രൂപ്പുകളില് ചർച്ചകളില് നമ്മള് ഈ കോമൺ ഫാൻസ് ഉള്ള ഗ്രൂപ്പുകളിലൊക്കെയാണ്. യുണൈറ്റഡ് ഫാൻസ് മാത്രമല്ല, ആർസണൽ ഫാൻസ്, മറ്റ് ചെൽസി ഫാൻസ്, എല്ലാവരും നമ്മളെ ഒരു ട്രോൾ ചെയ്യുന്നതും അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മളിങ്ങനെ യുണൈറ്റഡിന്റെ അടുത്ത് തോറ്റു എന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ട്. അത് നമ്മളൊരു 20 വർഷം മുമ്പോ 15 വർഷം മുമ്പൊക്കെ നമ്മൾക്ക് അങ്ങനെ കുഴപ്പമില്ല, നമ്മളങ്ങനെ ഇടയ്ക്ക് തോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ ഇപ്പോഴത്തെ സമയത്ത് ഇങ്ങനെ തോക്കുക എന്ന് പറയുമ്പോ ആകെ ഭയങ്കര നിരാശയാണ് സത്യം പറയാൻ. ഭയങ്കര ഇല്ലാത്തൊരു അനുഭവം. അതെ, അതാണ് ശരിയാണ്. കാരണം നമ്മള് എന്താ പറയാ, ഞാനൊക്കെ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ട് തുടങ്ങിയ കാലം മുതൽ യുണൈറ്റഡ് ബിഗ് ടീം, അവരാണ് മോർ ഓർ ലെസ് ഫേവറേറ്റ്സ്. ഏത് സീസൺ തുടങ്ങിയാലും അവരാണ് ഫേവറേറ്റ്സ്. അവരടുത്ത് നമ്മള് ഒരു പഴയ റൈവലറി വെച്ചിട്ടുള്ള പണ്ട് മുതലേ ജയിച്ചു വളർന്ന കുറെ ട്രോഫിക്സ് വെച്ചിട്ടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു റേഞ്ചിൽ നിന്ന് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് അല്ലെങ്കിൽ 8-9 വർഷമായിട്ട് വി യൂസ് ടു ബി ദ ടോപ്പ്. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഏത് യുണൈറ്റഡ് ഗെയിം വന്നാലും റൈവലറി വന്നാലും ദിസ് ഇസ് ഗ്രേറ്റ് എന്നുള്ള ഫീല്. ഇന്നലെ കളി കാണുമ്പോ അത് തോന്നിയില്ല. എങ്ങനെയും ജയിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. റീസെന്റ് റിസൾട്ട്സ് അങ്ങനെയാണ്. കാരണം ഈ സീസൺ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ 5 കളി ജയിച്ചു എന്ന് പറഞ്ഞാലും ഇറ്റ് വാസ് ലൈക്ക് അറൌണ്ട് 90+ മിനിറ്റ്സ്. ആ ഒരു എന്താ പറയാ, റീൽസിനൊക്കെ പറ്റിയ ജയം ഇതായിരുന്നു സ്റ്റാർട്ടിങ് മുതലേ. കഴിഞ്ഞ 3-4 കളിയായിട്ട് അതില്ല. ഇപ്പൊ റീൽസിന് പോലും പറ്റാത്തൊരു കളിയായി പോയി. അത് വെച്ച് നോക്കുമ്പോ
ഇന്നത്തെ കളി നമ്മളെ സ്റ്റാൻഡേർഡ് വെച്ച് മോശമാണ് ആക്ച്വലി, നോ ഡൗട്ട്സ് ഓൺ ദാറ്റ്. പക്ഷെ ബെറ്റർ ദാൻ ലാസ്റ്റ് 3 ഗെയിംസ് അത്ര നമുക്ക് പറയാൻ പറ്റും. കാരണം ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് മോശമായതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ നന്നായതുകൊണ്ടാണോ എന്നുള്ളത് ഇറ്റ്സ് എ ഡിബേറ്റബിൾ തിങ്. ബട്ട് സ്റ്റിൽ ഗണേശൻ ഇന്നലെ ഗ്രൂപ്പിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നേ, കളി കഴിഞ്ഞിട്ട് ഗണേശൻ ഗ്രൂപ്പിൽ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഗണേശൻ ഒന്നും ഇന്ന് മിണ്ടാതെ പോയി കിടന്ന് പോഡ്കാസ്റ്റ് ഉറങ്ങിയതാണ്. തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആക്ച്വലി എടുത്തു വെച്ചതാന്ന് തോന്നുന്നു. അല്ലല്ല, ഞാൻ ആക്ച്വലി ഗ്രൂപ്പിലൊന്നും പറയാത്തത് എനിക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചു. പക്ഷെ സ്റ്റിൽ ദർ ഇസ് നോട്ട് ടു ബി ഫിക്സ്ഡ്. സോ പിന്നെ നമ്മൾ വരുന്നത് ഒരു ആ ഒരു സ്ട്രീക്ക് നമുക്ക് മോശമായിരുന്നു. തിരിച്ച് യുണൈറ്റഡ് നോക്കുകയാണെങ്കിൽ അവരൊരു വിന്നിങ് സ്ട്രീക്കിലായിരുന്നു. ഒരു ഇതർ ഓരോരോ പ്ലേയേഴ്സിന്റെ ഫോം കണ്ടെടുത്തു. ഒരു എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു ലിങ്ക് പ്ലേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാല് മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ബാലൻസ് ഇല്ല. സോ ആ ഒരു ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് തിരിച്ച് നമ്മൾ കാണുകയും ചെയ്തു. ഒരു ചില മൊമെന്റ്സിലൊക്കെ പ്ലേയേഴ്സ് ഐസൊലേറ്റഡ് ആവുന്നു. അപ്പോ മൈനസ് പാസ് കൊടുക്കാതെ വേറെ വഴിയില്ല. സോ അങ്ങനെയുള്ള വൺ ബൈ വൺ പോവാം. ലൈക്ക് നമുക്കിപ്പം ഓവറോൾ ഇതിനെ കുറിച്ച് എന്താ പറയാ, നമുക്ക് വിഷമമല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ഒരു ലൈനപ്പ് വെച്ച് തുടങ്ങാം. എന്താണ് ലൈനപ്പിൽ പ്രശ്നം ഉണ്ടായിരുന്നു? തീർച്ചയായും ലൈനപ്പിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് എക്കിടിക്കെ ആയിരുന്നു. എക്കിടിക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം വെച്ചാൽ മിക്ക കളിയിലും സ്റ്റാർട്ട് ചെയ്താണെങ്കിലും 60 മിനിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി 2 കളിയിൽ സബ്ബായിരുന്നു, സൂപ്പർ സബ്ബായിട്ട് ഇറങ്ങി വന്നത്. അപ്പോ ഐസക്കിനെ നോക്കുമ്പോൾ ഐസക്ക് എല്ലാ ഗെയിമും ഫിറ്റ്നസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 90 മിനിറ്റ്സ് 85 മിനിറ്റ്സോളം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓബ്വിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എക്കിടിക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ അതും നമ്മളെ തെറ്റി. പിന്നെ പ്രതീക്ഷിച്ചത് കർട്ടിസ് ജോൺസ് സ്റ്റാർട്ട് ചെയ്യും. മെക്കാലിസ്റ്റർ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു ട്രാവൽ സിക്നസ് ഉണ്ടാവും. അതുകൊണ്ട് കർട്ടിസ് ജോൺസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചു. മെക്കാലിസ്റ്റർ തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ചേഞ്ച് അറ്റ്ലീസ്റ്റ് വരുത്തിയിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഗെയിം പെർഫോമൻസ് കാഴ്ചവെക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ലൈനപ്പിന്റെ കേർട്ടിസിന്റെ ആണ്. കേർട്ടിസ് സുദീപ് പറഞ്ഞത് ശരിയാണ്. കർട്ടിസ് ജോൺസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, കേർട്ടിസ് ജോൺസിന്റെ പോലെ സ്കൗസർ ആയിട്ടുള്ള ഒരാള് ആ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാനിരുന്ന എങ്ങനെയാ ബ്രാഡ്ലിയെ സ്റ്റാർട്ട് ചെയ്യിച്ചു, അത് നന്നായി ബ്രിട്ടീഷ്. പക്ഷെ കേർട്ടിസ് ജോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നമുക്കറിയാം മെക്കലിസ്റ്റർ കുറച്ച് മാച്ചസ് ആയിട്ട് ആകെ ആ ഫിറ്റ്നസ് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളൂ. അത്രയും സമയമായി ഫിറ്റ്നസിന് വേണ്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഭയങ്കര മോശമായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ കേർട്ടിസ് ജോൺസ് വേണമായിരുന്നു. അതുപോലെ ഫ്രെഡറിക് കിയേസ നമുക്കറിയാം സല കഴിഞ്ഞ 2025 തുടക്കം മുതൽ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് വളരെ മോശം. ഈ സീസണിൽ മാത്രമൊന്നുമല്ല, അതിനു മുമ്പ് തന്നെ മോശം. ഇപ്പോഴും അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഓരോ കളി കഴിയുമ്പോഴും എന്താ ചെയ്യണം തന്നെ അറിയില്ല. ആ പൊസിഷനില് കിയസയും അപ്പുറത്ത് ഗ്യാപ്പോയും അങ്ങനെയാണ് ലൈനപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് വന്നത്. ഈസാക്ക് കളിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈസാക്ക് ബെറ്ററായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്കിട്ടൊക്കെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്കിവിടെ ഇങ്ങനെ ഈ ലൈനപ്പിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കിയസ വേണമായിരുന്നു, കേർട്ടിസ് വേണമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ബാക്ക് ഫോർ ഒക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അവിടെ ഒന്നും പ്രശ്നം ഉണ്ടായില്ല. ലൈനപ്പിൽ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കേർട്ടിസ് വന്നപ്പോ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ കളിയില് മറ്റേ അതുവരെ ആകെ ഒരു മിഡ്ഫീൽഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലെ ആർക്കും അറിയില്ല. ഗ്രേവി വരെ എന്താ മര്യാദയ്ക്ക് പാസ് ചെയ്യാൻ അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കേർട്ടിസ് വന്ന് ആ ഒരു ബോക്സിലേക്ക് ഓടി കയറിയിട്ടുള്ള ഷോട്ട്, അതായത് അന്ന് മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ്. മറ്റേത് ഗ്യാപ്പ് പോസ്റ്റിലൊക്കെ അടിച്ചു പോയി, ശരിയാണ്. പക്ഷെ കേർട്ടിസിന്റെ ഒരു പ്രസൻസ് അതില്ലാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് അവസ്ഥ. ലൈനപ്പിൽ എനിക്ക് അതാണ് തോന്നിയത്. പക്ഷെ അത് കറക്റ്റ് ചെയ്യായിരിക്കും. കേർട്ടിസിന്റെ പെർഫോമൻസ് വെച്ചിട്ട് അടുത്ത മാച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് എന്റെ ഒരു ഫീലിംഗ്. ലൈനപ്പിന്റെ കേസിൽ ഇപ്പൊ ഇത് പറഞ്ഞ കേർട്ടിസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിൽ അതിൽ ഓക്കെ, മെക്കാലിസ്റ്റർ സ്റ്റിൽ വേൾഡ് ക്ലാസ് പ്ലെയർ. ആ ഒരു ലെവൽ കണ്ടെത്തും എന്നുള്ളതാണ്. സെയിം ഫോർ സല. ഈ സീസൺ മൊത്തത്തിലൊരു എന്താ പറയാ, നമ്മളിപ്പം ഡ്രൈവിൽ പ്ലെയർ ആയിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ഓൾറെഡി ക്രിട്ടിസൈസ്ഡ്. ഇല്ലാതെ ഞാൻ പറയുന്നില്ല, നമ്മൾ കുറച്ച് ബയാസ്ഡ് ആയതുകൊണ്ട് ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സല ആ എന്താ പറയാ, ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല, പോസ്റ്റിലേക്ക് ഗ്യാപ്പ് അടിച്ചു. അതിന്റെ ആ പാസും ആ ഒരു എന്താ പറയാ മൊമെന്റില് ബ്രില്യൻസ് സ്റ്റിൽ ഹാസ് ഇറ്റ്.
പുള്ളി കുറച്ചുകൂടി എന്താ പറയുക ഇൻവേർഡ് ആയി കൊണ്ടുവരണമായിരിക്കും. ദാറ്റ് വുഡ് ഹാവ് ബീൻ ദെയർ. ബട്ട് ഐ എക്സ്പെക്ടഡ് എക്കിടിക്കെ ടു കം. ഒരു ലൈവ് വയറാണ്, ഫുൾ എന്താ പറയാ ഒരു ഡാർവിൻ ന്യൂനസ് ഹു ക്യാൻ സ്ലൈറ്റ്ലി വിത്ത് സ്കോർ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചറസ് വേർഷൻ ഓഫ് ഡാർവിൻ ന്യൂനസ്. ആ ഒരു വേർഷനാണ് എക്കിടിക്കെ. ആൻഡ് വി നീഡ് ദാറ്റ്. കാരണം വേർഡ്സ് ഇന്നലെ വേർഡ്സ് കളിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ വേർഡ്സ് ആയാലും മെക്കാലിസ്റ്റർ ആയാലും ഗ്രേവി ആയാലും അവരാരും ഓടൂല. ഓടൂല അവര് എന്താ പറയാ ആ എഞ്ചിൻ അല്ല. സോ അതിനെ പറ്റുന്ന ഒരു പ്ലെയറാണ് എക്കിടിക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂനസിന്റെ കാര്യം പറഞ്ഞതാണ്. ഹൗ മച്ച് ആർ വി മിസ്സിംഗ് ഡാർവിൻ ആൻഡ് ഡിയാസ് ഇൻ ടേംസ് ഓഫ് പ്രസിംഗ്? കാരണം സല പ്രസ് ചെയ്യുന്നില്ല, ഇസാക്ക് പ്രസ് ചെയ്യുന്നില്ല. ഗാക്പോ ഗ്രൂപ്പ്സിലും കുറെ കമ്മ്യൂണിറ്റീസിലും ട്വിറ്ററിലൊക്കെ ഒരുപാട് പേര് ഗാക്പോ കുറ്റം പറയുന്നത് ഞാൻ കണ്ടു. ബട്ട് നമുക്ക് ഗാക്പോ ഇതാണ് ഗാക്പോ, നമുക്കറിയാം. ഗാക്പോ ലാസ്റ്റ് സീസണും ഇത് തന്നെയായിരുന്നു. ഹി വിൽ ഗെറ്റ് ദ ഗോൾസ്. ആൻഡ് ഐ ഓൾസോ ഫീൽ ദാറ്റ് ഗാക്പോ വാസ് ദെയർ ടു മിസ് ദോസ് ചാൻസസ്. നമുക്ക് ഇസാക്കിന് ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു, മിസ്സായി. സല ഹാഡ് എ ചാൻസ്, ബട്ട് എവറിഥിങ് വെന്റ് ത്രൂ ഗാക്പോ ഇൻ എ വേ. ആ റൈറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോ ഈ ഒരു ഇംബാലൻസ് എന്തുകൊണ്ടാണ്? ഈ പ്രസിംഗ് ഇല്ലാത്തതുകൊണ്ടാണോ? പിന്നെ ചിലർ പറയുന്നു ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ആ റൈറ്റ് ബാക്ക് നമുക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല, ഫ്രിംപോങ് കളിക്കുന്നില്ല, ബ്രാഡ്ലി കളിക്കുന്നുള്ളൂ. ഇംബാലൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? ഇംബാലൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കം എന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു. ഇംബാലൻസ് എന്ന് പറഞ്ഞത് ഈ അറ്റാക്കിംഗ് ഓവർലോഡ് ചെയ്യുന്നതുകൊണ്ട് മിഡ്ഫീൽഡിന് വരുന്ന പ്രഷറാണ്. അത് സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കളിയെടുത്ത് കാണാം, കൊണാറ്റയുടെ ഫസ്റ്റ് ഹെഡേഴ്സ് ഒക്കെ എടുത്തത് യുണൈറ്റഡ് പ്ലേയേഴ്സ് ആണ്. അപ്പോ ഈ അറ്റാക്കിംഗ് ഒഫൻസീവ് ഓവർലോഡ് ആണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂല് കാരണം. അത് ഡിഫൻസീവ് സ്റ്റെബിലിറ്റി കുറയുന്നത്. ശരിക്കും ലാസ്റ്റ് സീസൺ വെച്ച് നോക്കുമ്പോ നമ്മുടെ മിഡ്ഫീൽഡ് സെയിം ആണ്. ഇന്നലെ കളിച്ചത് ഇന്നലെ മിഡ്ഫീൽഡ് സെയിം ആണ്. ഇന്നലെ വേർഡ്സും കിയേസയും ഇവർ വന്നപ്പോ ആക്ച്വലി ദ ഗെയിം ബിക്കേം ബെറ്റർ. ലൈക് വി പ്ലേഡ് ബെറ്റർ. ബട്ട് സ്റ്റിൽ അത് ഇപ്പൊ സ്ലോട്ട് പല കളിയിലും ചെയ്ത പോലെ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുമ്പോ ഒരു കംപ്ലീറ്റ് അറ്റാക്ക് 4-2-4 പോലെ ആൻഡ് സംഹൗ വി സ്കോർ എ ഗോൾ. ബട്ട് അതൊരു സിസ്റ്റം അല്ലല്ലോ, അതിനൊരു പാറ്റേൺ ഇല്ലല്ലോ. ഇറ്റ്സ് ബേസിക്കലി ത്രോയിങ് ദ കിച്ചൺ സിങ്ക്. അതല്ല നമ്മൾ ലാസ്റ്റ് ഓവൻ പറയും. അതിൽ ഒരു കാര്യമുണ്ട് ആക്ച്വലി. നമ്മളിപ്പോ ഗണേഷ് പറഞ്ഞ പോലെ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് സീസൺ ട്രെൻഡ് ആയത് റൈറ്റ് ബാക്ക് ഹൂസ് അറ്റാക്കിംഗ് റൈറ്റ് ബാക്ക്, ഓൾവേസ് അറ്റാക്കിംഗ്. റോബർട്ട്സൺ ഹു യൂസ് ടു ബി അറ്റാക്കിംഗ് ഓൾവേസ് സാറ്റ് ബാക്ക്. മോർ ഓൺ തേർഡ് സെന്റർ ബാക്ക് പോലെയായിരുന്നു റോബർട്ട്സൺ പല കളികൾ കളിച്ചത്. അത് നമുക്കൊരു യൂസ് ടു ആയിട്ടുണ്ട്, നമുക്ക് ആസ് എൻ പ്ലേയേഴ്സിന് യൂസ് ടു ആയിട്ടുണ്ട്. ഈ സീസൺ അത് തിരിച്ചാണ്. തിരിച്ചാൽ ബ്രാഡ്ലി സിറ്റ്സ് ബാക്ക്, കൊണാറ്റയ്ക്ക് ഒരു ലെവൽ കിട്ടുന്നില്ല. ഞാൻ മുന്നോട്ട് പോകണം. കൊണാറ്റ യൂസ് ടു ബി റൈറ്റ് സെന്റർ ബാക്ക് ഓർ റൈറ്റ് ബാക്ക് മോർ ഓർ ലെസ്. ഇപ്പൊ റൈറ്റ് ബാക്ക് ആയിട്ട് സെന്റർ ബാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് കൊണാറ്റയുടെ ഗണേഷ് പറഞ്ഞ ഹെഡേഴ്സ് മിസ് ആവുന്നുണ്ട്. യൂഷ്വലി അവിടെ ആ എന്താ വെച്ചാൽ ട്രെൻഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊണാട്ടെ കൊടുക്കുന്ന റീജിയനിലേക്ക് ഒന്നെങ്കിൽ ട്രെൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ തോമസ് ലേ ഉണ്ടാവും. ഈ സീസൺ ആരും ഇല്ല അവിടെ. കാരണം ബ്രാഡ്ലീസ് ഓൺ മോർ ഓർ ലെസ് ഇൻ ദ സെയിം ലെവൽ. അതിന് പകരം തന്നെ കെർക്കസ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുമ്പോൾ കെർക്കസ് ഈസ് എന്താ പറയാ അറ്റാക്കിംഗ് പ്ലെയർ ആണ് ബൈ ഡിഫോൾട്ട്. ഈ കെർക്കസ് മുന്നോട്ട് പോകുന്നില്ല, കെർക്കസിന് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനൊരു വൈൽഡ് ടേക്ക് പറയട്ടെ. അതായത് നമ്മൾ ഈ സീസൺ ആരൊക്കെ സൈൻ ചെയ്തു? വേർഡ്സ്, ഇസാക്ക്, എക്കിടിക്കെ, കെർക്കേസ്, ഫ്രിംപോങ്, അത്രല്ലേ ഉള്ളൂ. എനിബഡി എൽസ്? മാമ ലാസ്റ്റ് സീസൺ. ഈ എക്കിടിക്കെ ആ ബിഗിനിങ്ങിലുള്ള സാധനം അല്ലാണ്ട് none of our signings have worked so far. അതാണോ പ്രശ്നം? Because we lost Elliot, we lost Nunes, we lost Diaz, we lost Trent, we lost Ganeshan തത്തിപ്പോയല്ലോ. എന്നിട്ട് okay, anyway, we lost all these big players. വന്നത് even bigger players, actually better players എന്ന് വേണേ പറയാം, on purely on their past. ഇത്രയും പ്ലേയേഴ്സ് വന്ന പ്ലേയേഴ്സ് ഒരു പ്ലെയറും വർക്കായിട്ടില്ല. അത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറും ഈ സീസണിൽ അതിന്റെ പകുതി പെർഫോമൻസ് പോലും ഇല്ല. അപ്പോൾ നാച്ചുറലി റിസൾട്ട്സ് ആൻഡ് എവരിതിങ് വിൽ ഗോ ഡൗൺ, റൈറ്റ്? അതെ. അതില് വേറൊരു കേസ് പ്ലേയേഴ്സിന്റെ നമ്മള് വേറൊരു കാര്യം പെട്ടെന്ന് മറന്നുപോകും. എല്ലാരും മറന്നു പോകുന്ന ഒരു കേസ് ഉണ്ട്. നമ്മള് ഈ
പ്രീ സീസൺ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അറിയാം യോട്ട ഒരു പ്രീ സീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റ്നസ്, ഒരുമിച്ച് കളിച്ച് ഒരു ആവുക, ഇതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന്റെ ഒപ്പം നമ്മൾക്ക് യോട്ടയെ മിസ്സാവുക എന്നുള്ള, യോട്ടയുടെ ഒരു പ്രസൻസ് അവിടെ ഇല്ലാതെയായി. യോട്ടയുടെ ആ ഒരു ട്രാജഡി ആ സമയത്ത് ഉണ്ടായത് അത് പ്ലേയേഴ്സിന് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്ലേയിങ് സ്റ്റൈലിൽ ഇപ്പോ സലയായാലും സീനിയർ പ്ലേയേഴ്സ് ഒക്കെ യോട്ടയായിട്ട് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരൊക്കെ പ്രീ സീസണിൽ വന്നത് വേറൊരു മെന്റാലിറ്റി ഇല്ല. ഇപ്പൊ സ്ലോട്ട് പുതിയൊരു സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ അവിടെ ആ പ്രീ സീസണിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്താണ് ഇവര് പ്ലേയേഴ്സ് വേറൊരു മെന്റാലിറ്റിയില്ല, അവരാകെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ പുതിയ ടാക്ടിക്സും ഈ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോഴാണ് പുതിയ പ്ലേയേഴ്സും ക്രിസ് പറഞ്ഞ പുതിയ പ്ലേയേഴ്സ് ഒക്കെ വന്ന് ജോയിൻ ചെയ്തതും ആ സമയത്ത് ആകെ ഒരു വേറെ ഒരു മെന്റൽ കണ്ടീഷനിലുള്ള സമയത്താണ് പ്രീ സീസൺ ഒക്കെ നടന്നത്. സീസണിലേക്ക് വരുന്നത് സൈക്കോളജിക്കൽ എഫക്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ ലൂസിംഗ് 4 games on a row is not justifiable for a ആ പെർഫോമൻസ് തന്നെ, ആ മാച്ചിലെ പെർഫോമൻസ് തന്നെ അങ്ങനെ ഒരു കറക്റ്റ് ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സലയുടെ കാര്യം പറഞ്ഞു, VVDയുടെ ഇതുപോലെ സീനിയർ പ്ലേയേഴ്സ് രണ്ടുപേര് അവരുടെ ആ ഒരു ഡിക്ലൈൻ പോലെ ജയിക്കുമ്പോ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആദ്യത്തെ 6 കളി 5 കളി ജയിക്കുമ്പോ ഇതൊന്നും പറഞ്ഞില്ല, തോൽക്കുമ്പോ മാത്രമാണ് ഈ ജോട്ടയുടെ സെന്റിമെന്റ്സ് വരുന്നത്. അങ്ങനെയല്ല പ്രസിംഗിന്റെ കാര്യത്തിൽ അപ്പോഴും പറഞ്ഞിരുന്നു, സലയുടെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അപ്പോഴും പറഞ്ഞിരുന്നു. ഞാനിത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ കോൾ ഇട്ടതാ. അപ്പോ എല്ലാവരും BVDക്ക് വോട്ട് ചെയ്യുക. BVD ഏജ് ഓവർ ആയി തുടങ്ങി, ഡിക്ലൈനിലാണ്, കഴിഞ്ഞ സീസണിന്റെ പകുതി തന്നെ ഡിക്ലൈനിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോ ഒരുപാട് ആൾക്കാര് 2 സീസണും കൂടി BVD കളിക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര കോൺഫിഡൻസിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മള് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയല്ല ഫീൽ ചെയ്യണത്. അപ്പൊ ഞാൻ അൾട്ടിമേറ്റ്ലി ദ ബക്ക് സ്റ്റോപ്സ് വിത്ത് ദ മാനേജർ. നമ്മളിപ്പം ഈ കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും സൊല്യൂഷൻ ഒരാളടുത്തേ ഉള്ളൂ. ആൻഡ് ഈ റിസൾട്ട് വരുന്നില്ല, ഈ പെർഫോമൻസ് വരുന്നില്ല, പുതിയ പ്ലേയേഴ്സ് ക്ലിക്ക് ആവുന്നില്ല. കാരണം നമ്മൾ പഴയ പോലെ അല്ല. നമ്മൾ മേടിച്ച പ്ലേയേഴ്സ് ഒന്നും കാലിബർ ഇല്ലാത്തതോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതോ പ്ലേയേഴ്സ് അല്ല. ദേ ആർ Wirtz is a superstar in Germany. Isak is the best number 9 in Premier League after Haaland for last 2-3 years. അപ്പോ ഇതൊന്നും വർക്ക് ആവായിക എത്രത്തോളം സ്ലോട്ടിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. കാരണം ജോട്ട ലോസ് ആണെങ്കിലും നമ്മുടെ മറ്റെന്ത് ഇഷ്യൂസും ഇറ്റ്സ് നോട്ട്, നമുക്കത് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അതിപ്പോ എല്ലാ ക്ലബിലും ഏത് സമയത്തും ഇങ്ങനത്തെ ഒരു ട്രാജഡി ഒക്കെ ഉണ്ടാവുമ്പോൾ നാച്ചുറലി ഓക്കെ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ബട്ട് ഇതൊരു എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് റിസൾട്ട്സ് ബിസിനസ്. വൈ ആർ വി സോ ബാഡ്? അതിൽ എത്രത്തോളം സ്ലോട്ടിനൊരു പങ്കുണ്ട്? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയാ, വാങ്ങിയ പ്ലേയേഴ്സ് മുഴുവൻ നമ്മളെ 4-3-3 കാലങ്ങളായിട്ട് യൂസ് ചെയ്തൊരു 4-3-3 ആണ്. എല്ലാവരും സോ യൂസ് ടു ഇറ്റ്. അത് കഴിഞ്ഞ് അവിടുന്ന് എന്താ പറയാ, അവര് ഇപ്പൊ വാങ്ങിയ ഒരു പ്ലെയറും അതിന് പറ്റാത്തതാണ്. വേർഡ്സ് നമ്പർ 10 നമുക്ക് 10 ഇല്ലാണ്ട് കാലങ്ങളായി, 10 വർഷം കാലമായി നമ്മൾ 10 ഇല്ലാണ്ട് കളിക്കുന്നത്. ഈവൻ ജെറാഡ് പോയി, പിന്നെ സോട്ടിഞ്ഞോ വന്നപ്പോഴാണ് അവസാനത്തെ 10 എന്നുള്ള വർഷം വരുന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഇല്ല. അത് കഴിഞ്ഞ് വേർഡ്സ് വന്ന് നൗ വി ഹാവ് 2 ഗ്രേറ്റ് സ്ട്രൈക്കേഴ്സ്, ഇസാക്ക് ആൻഡ് നിക്കിറ്റിക്കെ. ഇപ്പം ഇവര് സ്ട്രൈക്കറായിട്ട് വിത്ത് 10 കളിക്കണമെന്നുണ്ടെങ്കിൽ വേറെ സലനെ പുറത്താക്കാൻ പറ്റില്ല എന്തായാലും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സലനെ കുത്തിക്കയറ്റണം. സലനെ കുത്തിക്കയറ്റുമ്പോൾ ദെൻ വി ആർ ലെഫ്റ്റ് വിത്ത് ഗ്രാവൻബർച്ച് ആൻഡ് മെക്കാലിസ്റ്റർ. ഇപ്പൊ ഡൊമിനിക് സോബോസ്ലൈ ഇല്ല. സലയെ പുറത്താക്കാൻ പറ്റില്ല എന്താ പറയണേ? സല ഈ പെർഫോമൻസ് ആണെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് പറഞ്ഞു തുടങ്ങി സല ഇനി കളിക്കാൻ പറ്റില്ല എന്നുള്ളത്. You guys are again talking about problems. ഞാൻ ചോദിക്കുന്നത്, ഇത് പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ 4 കളി തോറ്റു, നമ്മൾ 10 കളി കളിച്ചു, അതിൽ ജയിച്ച കളിയൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഗോൾസ് ആണ്. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇത്രയുമായിട്ട് എന്തുകൊണ്ട് സ്ലോട്ട് ഇസ് നോട്ട് ഫൈൻഡിങ് എ വേ ടു പ്ലേ ഇസ് മൈ ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ വേർഡ്സിനെ സൈൻ ചെയ്തപ്പോ വേർഡ്സിന്റെ PPT കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഇത്രയും എന്റെ ഡൗട്ട്, ഇസ് ഇറ്റ് the profile of the players we signed, or is it slot is like confused, he doesn't know his best 11? There is one thing that while take ആയിരിക്കാം, he cannot bench Salah and VVD for that matter, or any of the senior players. ആരും you are not Pep Guardiola. അല്ല, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുമ്പോൾ ഇത് ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും, എങ്ങനെ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്.
അത് ഹ്യൂഗ്സ് എഡ്വേർഡ്സ് ഒക്കെ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത്രയും ഏജ് ആയി തുടങ്ങി ഒരു 34 years ആയി. സല അക്കൗണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 34 years ആണ്. ഒന്ന് ആലോചിച്ചു. 34 വയസ്സുള്ള ആളെ വില്ലേജ് ചെയ്തുകൊണ്ടിരിക്കുക. അതും പറയുന്നത് പ്രസ് ചെയ്യണ്ടെന്ന് കഴിഞ്ഞ സീസണിൽ പറഞ്ഞിട്ടുണ്ട് സ്ലോട്ട്. ഇപ്പോഴും അത് വിചാരിച്ച് നിൽക്കുക, പ്രസ് ചെയ്യാൻ്റെ ഗോൾ അടിക്കാൻ്റെ ഒക്കെ നിൽക്കുക. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ സൊല്യൂഷനിലേക്കാണ് പറഞ്ഞത്. സൊല്യൂഷനിലേക്ക് സ്ലോട്ട് ആയതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നുള്ള ഉറപ്പാണ്. കാരണം നമുക്കിപ്പോ തന്നെ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ തന്നെ ഭയങ്കര രസമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതിന് എത്ര ചാൻസ് ഉണ്ടാക്കി. 8-9 സ്ലോട്ട് പറഞ്ഞ പോലെ 8-9 ചാൻസ് ഉണ്ടാക്കി. മാത്രമല്ല ഗാക്പോ 3 പോസ്റ്റിൽ അടിച്ചത്, ഒരെണ്ണം ജസ്റ്റ് പുറത്തേക്ക്. ഇതൊക്കെ സൊല്യൂഷനാണ്. സൊല്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ പ്ലേയിങ് സ്റ്റൈലിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ആ സൊല്യൂഷനിലേക്ക് നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇതെന്താ സൊല്യൂഷൻ? ഒരു പ്രോബ്ലം എന്താണ്? പ്രോബ്ലം കഴിഞ്ഞ സീസണിലാണ് പ്രോബ്ലം ഉണ്ടായത്. കഴിഞ്ഞ സീസണിൽ പ്രോബ്ലം ഉണ്ടായത് എന്താണ്? നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ എല്ലാ ടീംസും മനസ്സിലാക്കി അതിനെ കൗണ്ടർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് പ്രോബ്ലം. ആ പ്രോബ്ലമാണ് സ്ലോട്ട് ഇപ്പൊ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സോൾവ് ചെയ്യുമ്പോൾ പുതിയ പ്ലേയേഴ്സ് വരുന്നു, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ ആ സ്റ്റൈല്, പ്ലേയിങ് സ്റ്റൈൽ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസിഷൻ സ്റ്റേജിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രാൻസിഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, പ്രീ സീസണിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പക്ഷെ അതിലും അതൊക്കെ ട്രാൻസിഷന്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൊല്യൂഷനിലേക്ക് പതുക്കെ നീങ്ങാണ്. അതാണ് അതിപ്പോ വേർഡ്സ് ഒക്കെ ഈ സീസൺ നമ്മള് ടോപ്പ് 10 ഫിനിഷ് ചെയ്താൽ മതി എന്നാണോ ഉദ്ദേശിക്കണേ? ഇങ്ങനെ കളിക്കുന്ന രീതിയില് സൊല്യൂഷൻ ടേബിളിൽ പോയി അവിടെ പോയി നിൽക്കും നമ്മള്. അവസാനം അപ്പോഴും സൊല്യൂഷൻ കണ്ടെത്തുണ്ടാവില്ല. അതിലൊന്നും let's come back to the topic. Only positive എനിക്ക് ഇന്നലത്തെ കളിയിൽ only evident positive was actually Wirtz. I think Wirtz was really good. Chiesa was good throughout the season actually. Chiesa ഒരു കളിക്കാരും ഒന്നുമില്ല, but Wirtz was really good. Curtis was also very good. Curtis. Anyway, ടൈറ്റിൽ ചാലഞ്ച് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വി വിൽ ബി പുഷിംഗ് ഫോർ ടോപ്പ് 4 എന്നാണ് എന്റെ. ഇങ്ങനെ കളിച്ചാൽ ശരിയാവില്ല. ഓരോ മാച്ച് കഴിയുമ്പോഴും ബെറ്ററായി വരിക. കഴിഞ്ഞ യുണൈറ്റഡ് മാച്ചിന്റെ അവസാനം ബെറ്ററായി. മാത്രമല്ല ടൈറ്റിലിന്റെ നോക്കുമ്പോൾ ബാക്കിയുള്ള ടീം അത്ര കൺസിസ്റ്റന്റ് ഒന്നുമല്ല. എല്ലാവരും ഈ പറഞ്ഞ ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൈറ്റിൽ ചലഞ്ച് ചെയ്യുന്നത് ഉറപ്പാണ്. നമ്മൾ അതിൽ തന്നെയാണ് ഉള്ളത്. അതിൽ വ്യത്യാസം വന്നിട്ടില്ല. ഈ 1-2 മാച്ച് തോറ്റു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 3 മാച്ച് തോറ്റു എന്ന് വെച്ച് ടൈറ്റിലിന്റെ വ്യത്യാസം വന്നിട്ടില്ല. അല്ല, ടൈറ്റിൽ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ചാലഞ്ചസ് എന്ന് പറയാനുള്ളത് ആരാളുള്ളത്? ഇറ്റ്സ് ആർസണൽ ആൻഡ് സിറ്റി. അപ്പൊ ആർസണൽ നോക്കുകയാണ്, ദേ ആർ വിന്നിങ് ഇറ്റ് സേഫ് ആൻഡ് സൗണ്ട്, ബട്ട് വിന്നിങ് ഇറ്റ്. പക്ഷെ അവർക്കും എന്താ പറയാ, അവർ വൺ ഓഫ് ദ ബെസ്റ്റ് റൺസ് ആണ് ഇപ്പൊ നടന്നുകൊടുക്കുന്നുള്ളത്. കൺവിൻസിംഗ് അല്ല അവരെ വിൻസ്. ദേ ആർ വിന്നിങ് ഇറ്റ്, ഇല്ലാന്ന് അറിയുന്നില്ല. ഇഫ് യു കീപ് ഓൺ വിന്നിങ് ഇറ്റ്, യു വിൽ വിൻ ഇറ്റ്. അത് മൈക്ലോവനൊക്കെ പറയുന്നത്, ഇഫ് യു സ്കോർ ഗോൾസ് യു വിൽ വിൻ ഇറ്റ് എന്നുള്ളത്. പക്ഷെ എന്നാലും അത്ര കൺവിൻസിംഗ് അല്ല അവരായാലും. സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ മാൻ ടീം റൈറ്റ് നൗ. ഹാലൻഡ് അടിക്കുന്നു, ജയിക്കുന്നു. ഹാലൻഡ് അടിച്ചിട്ടില്ല വെച്ചാൽ തീർന്നു. അവർക്കൊരു പാറ്റേൺ ഉണ്ട്. വി സ്കോർ ഫസ്റ്റ് ആൻഡ് ഡിഫെൻഡ് പ്രോപ്പർലി. അത് അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം അതാണ് അവർ ഗോൾ വാങ്ങുന്നില്ല. ഒരാളും ഗോൾ വാങ്ങുന്നില്ല. ഇഫ് യു ഡോണ്ട് കൺസീഡ് ഗോൾസ് ദേ വിൽ ഡിഫെൻഡ്. അതാണ്. പക്ഷെ ഈ ആഴ്സണൽ അങ്ങനെ അത്ര കൺവിൻസിംഗ് ഒന്നും പറയണ്ട. അവരെ തോപ്പിക്കാൻ പറ്റുന്ന ടീമുണ്ട്. ഇപ്പൊ ബോൺമത്ത് ആയാലും പാലസ് ആയാലും അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് വരികയാണ്. നമ്മളിപ്പോ പ്രീമിയർ ലീഗ് ടേബിൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് ടേബിൾ നോക്കുമ്പോൾ 8 മാച്ച് കഴിഞ്ഞിട്ടും ബോൺമത്ത് ടോപ്പിൽ വരുന്ന അവസ്ഥ ഒന്നും, കാരണം അവരൊക്കെ ഇതിലുണ്ട്. അങ്ങനെ നല്ല ടീമുകളുള്ള സമയത്ത് ആഴ്സണലിന് അങ്ങനെ ജയിക്കാനൊന്നും പറ്റില്ല. Okay, we'll go through the other team matches. നമ്മുടെ നമ്മളെല്ലാരും പറഞ്ഞല്ലോ സ്ലോട്ട് ഭയങ്കര മോശമാണ്, നമ്മളും മോശമാണ്. നമ്മൾ തോൽപ്പിച്ചു ആഴ്സണല്ലേ. അങ്ങനെ അപ്പൊ നമ്മളത്ര മോശമൊന്നുമല്ല, അതാണ്. ഓക്കെ, എനിവേസ് വിൽ ഗോ മാച്ച് ബൈ മാച്ച്. എനിക്ക് നേരത്തെ ഒരു പോയിന്റിൽ പറയണം. നമ്മളിപ്പോ നമ്മുടെ മാച്ചിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ കുറെ കാര്യം പറഞ്ഞു. ബട്ട് ഐ തിങ്ക് ഒരു കളി എന്ന് പറയുമ്പോൾ 2 ടീമുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വർ ആക്ച്വലി ക്വൈറ്റ് ഗുഡ് യെസ്റ്റർഡേ. ആൻഫീൽഡിൽ അവർ വന്ന് ദേ ഡിഡ് എ ജോബ്. കുനിയ വാസ് റിയലി ഗുഡ്.
ഓവറോൾ ദ പെർഫോമൻസ് അവരുടെ ഈ സീസണിൽ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലും ഐ തിങ്ക് മെയ്സൺ മൗണ്ട് വന്നതിന് ശേഷം ഐ തിങ്ക് ദ ടീം ഇസ് കൈൻഡ് ഓഫ് സെറ്റിൽഡ്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് us being bad, it's equally about them. നമ്മൾ സെറ്റ് പീസ് ഗോൾ വാങ്ങുന്നത് അവർക്ക് മനസ്സിലായി. They scored a goal on set piece. നമ്മുടെ വീക്ക്നെസ്, വി സ്റ്റാർട്ട് ബാഡ്, they attacked us in the first minute, they scored in the first minute. So നമ്മളെപ്പോഴും ഐ തിങ്ക് ഡ്യൂ ക്രെഡിറ്റ് ഹാസ് ടു ബി ഗിവൻ ടു യുണൈറ്റഡ് ഓൾസോ, ബിക്കോസ് അവര് നമ്മുടെ വീക്ക്നെസ് മാച്ചിലെ പ്രസ് കോൺഫറൻസ് തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് പ്രോസസ് നമ്മൾ അലോ ചെയ്യുന്നുണ്ടെന്ന് പ്രസ് കോൺഫറൻസ് തന്നെ വിളിച്ചുപോയി പ്രീ മാച്ച് തന്നെ. അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് മൊത്തത്തിൽ നോക്കുമ്പോ. അല്ല, അതായത് ബേസിക്കലി ബീറ്റിംഗ് us at Anfield after 10 years or something. അതായത് അവര് they had more passion than us. നമുക്ക് ഈ ടാക്ടിക്സും ഈ ലൈനപ്പും ഇതെല്ലാം വിട്ട് കളഞ്ഞാല് ബേസിക്കലി ക്ലോപ്പിന്റെ ടീമാണെങ്കിലും നമ്മുടെ ലിവർപൂൾ എന്ന് പറയുന്ന ഒരു ഹാർഡ് വർക്കിംഗ് ടീമില് they were more hard working than us yesterday, and that is something which is very surprising to see after so many years. നമ്മുടെ ടീം ഒരിക്കലും, കാരണം യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ നമുക്കറിയാം, ഈ ജെറാർഡിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ഒരു ടാക്കിളോ അല്ലെങ്കിൽ ഒരു ഉന്തുന്തളോ ഒന്നുമില്ല. ഇറ്റ് വാസ് ലൈക്ക് പ്ലേയിങ് എ ബോറിംഗ് യൂറോപ്യൻ ഗെയിം സംവെയർ where both teams were, but at least അവരുടെ പ്ലേയേഴ്സ് they hit us. like കസമീറോ ആണെങ്കിൽ ഒരു മഞ്ഞ മേടിച്ചു, കൂനിയ വാസ് സ്ട്രോങ്, എവരിബഡി were attacking physically. ഒരു എനർജി അവർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ആ എനർജി ശരിക്കും ഒരു ഹെസിറ്റൻസിയിലും ഒരു വിമ്പിലും നമ്മൾ അങ്ങ് കളി തീർന്നു പോയി എനിക്ക് തോന്നുന്നു. എനിവേ ലെറ്റ്സ് സീ. അവർക്കൊരു ഹങ്കർ ഉണ്ടായിരുന്നേ, അവര് ഒരു കളി ജയിക്കണം എന്നുള്ളൊരു ഹങ്കർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല. നമ്മളിപ്പോ ഇവരൊക്കെ എല്ലാം നേടി, എല്ലാ ടൈറ്റില് PL കിട്ടി, CL കിട്ടി, അങ്ങനെയുള്ള പ്ലേയേഴ്സ്, സീനിയർ പ്ലേയേഴ്സ്, BVD ആയാലും സാല ആയാലും, അപ്പൊ അവർക്ക് അത്ര ഒരു ഹങ്കർ തോന്നിയില്ല. പക്ഷെ ഇവര് ഭയങ്കര ഹങ്കർ. മാത്രമല്ല നമ്മുടെ സ്കൗസർ കേർട്ടിസും കളിച്ചില്ല. അപ്പൊ ഒരു പ്രസൻസിന്റെ കുഴപ്പമുണ്ടായിരുന്നു, ഈ ഫൈറ്റിംഗ് സ്പിരിറ്റിന്റെ. അതൊക്കെ കൂടുതൽ കാണിച്ചത് സൊബോസ്ലയും കെർക്കസും ഒക്കെയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റിംഗ്. പക്ഷെ ഇവരുടെ ടീമിൽ എന്താ കേർട്ടിസ് എല്ലാം ജയിച്ചല്ലേ? മാൻ യുണൈറ്റഡിന്റെ ആയിട്ടുള്ള മാച്ച് ജയിക്കുക എന്നുള്ളത് കേർട്ടിസിന്റെ ഉള്ളിലുണ്ട്. സീനിയേഴ്സ് ആണ് നമ്മുടെ പ്രശ്നം ഉണ്ടാക്കിയത്. കേർട്ടിസ് അവിടെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നു. പക്ഷെ യുണൈറ്റഡിന് അങ്ങനെയല്ല. യുണൈറ്റഡ് കുറച്ചു കാലമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത്. അവർക്ക് ജയിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, വിൽ പവർ. കാരണം അത്രയും കളി തോറ്റുകൊണ്ടിരിക്കുക, നമ്മുടെ അടുത്ത് എപ്പോഴും വലിയ സ്കോറും തോക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഫാൻസിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്തു. സത്യമാണ്, സംശയമൊന്നുമില്ല. ഐ തിങ്ക് യുണൈറ്റഡ് ആസ് എ വെരി ഈ ഒരു ട്രജക്ടറി പോവാണെങ്കിൽ, ബട്ട് വി ഡോണ്ട് നോ അവരുടെ we don't know. Anyway, let's see. നമുക്ക് യുണൈറ്റഡിനെ കുറിച്ച് പിന്നെ വിൽ ഗോ ടു ദ അതർ ഗെയിം. നമ്മൾ ആർസണലിനെ കുറിച്ച് ലേശം നേരത്തെ പറഞ്ഞു. Fulham game, Arsenal, I think there's nothing much to talk about it. Arsenal did a job. They came, they scored set piece goals. For me, again, City-നെ കുറിച്ച് നമ്മൾ പറഞ്ഞു. They very good. Haaland, as Robin പറഞ്ഞു, പ്രതീക്ഷിച്ച പോലെ ആ മാച്ചിൽ യാതൊരു സർപ്രൈസും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ match of this weekend was actually Palace versus Bournemouth. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതായിരിക്കും മാച്ച്, ബെസ്റ്റ് മാച്ച് അതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഹൈ സ്കോറിംഗ് ആണെന്ന് വിചാരിച്ചില്ല. വല്ല 0-0 1-1 ഒക്കെയാണ് വിചാരിച്ചത്. പക്ഷേ മാച്ച് വേറെ ലെവലിലേക്ക് മാറിപ്പോയി. ഏറ്റവും നല്ല രണ്ട് മാനേജേഴ്സ് ആണ് ആഫ്റ്റർ ദ ബിഗ്, നമ്മൾ പറയുന്ന ഗ്വാർഡിയോള ഒക്കെ പറയുന്നത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഗ്ലാസ്നർ ആൻഡ് ഈ രണ്ട് മാനേജേഴ്സും വിൽ എൻഡ് അപ്പ് അറ്റ് ടോപ്പ് ക്ലബ്സ് എനി ടൈം നൗ. ടാക്ടിക്സ് ബേസ്ഡ് മാനേജേഴ്സ് കളിക്കാൻ ഒരു പ്ലെയർ മതി. ആ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഒരു പ്ലെയർ വെച്ച് അവർ കളിപ്പിക്കും എന്തായാലും. നല്ലൊരു എന്താ പറയാ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കളി കാണുമ്പോൾ. അതായത് നമുക്ക് അറിയാൻ പറ്റും എന്താ പാറ്റേൺ എന്ന്. നമുക്കില്ലാതെ പോയത് അതാണ്. പക്ഷെ അത് കണ്ടാൽ അറിയാൻ പറ്റും എങ്ങനെയാ ഒരു പാറ്റേൺ കളിക്കുന്നത്, ആ ടാക്ടിക്സിൽ ഏത് പ്ലെയർ ആണ് സ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിനെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കുന്നത് വലിയൊരു കാര്യമാണ്. സോ അതില് ഞാൻ ഇരയോളയും ഗ്ലാസറിനെയും എന്തായാലും അതില് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും നല്ലൊരു ടോപ്പ് മാനേജേഴ്സ് ആണ് രണ്ടുപേരും.
മാത്രല്ല പ്ലെയർ പെർഫോമൻസ്, മാറ്റയുടെ ഹാട്രിക്, നമ്മള് പ്രതീക്ഷിച്ച് ആള് കുറച്ചു നേരമായിട്ട് ഗോൾ അടിക്കുന്നുണ്ടായിരുന്നില്ല. ഫ്രാൻസിന് വേണ്ടി ഗോൾ അടിച്ചു, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹാട്രിക്. അതുപോലെ മുനിയോസിന്റെ പെർഫോമൻസ് റൈറ്റ് വിങ് ബാക്കിൽ കഴിഞ്ഞ സീസണിൽ നല്ലായിരുന്നു, ഇപ്പോഴും നല്ല രസമായിട്ട് അറ്റാക്ക് ചെയ്യാനും ഡിഫൻസീവും ഒക്കെ നല്ലതാണ്. അതുപോലെ ബോൺമത്തിന്റെ പ്രസ്സിങ്, അതുപോലെ പ്രസ് ചെയ്യുന്ന വേറെ ടീം ഉണ്ടെന്ന് തോന്നില്ല. അങ്ങനെ ഒരു കോൺട്രാസ്റ്റിംഗ് സ്റ്റൈലുകൾ തമ്മിലുള്ള മാച്ചും കൂടി ആയിരുന്നു അത്. അവര് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്നതും, പാലസ് വേറൊരു രീതിയിൽ അവരുടെ കളി, അവര് പ്രസ്സിംഗ് അല്ല അവരുടെ മെയിൻ, അവര് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ ടൈമിങ്ങിനനുസരിച്ച് കയറി. അത് നല്ല രസമുള്ള മാച്ച് ആയിരുന്നു. നല്ല മൂന്ന് ഗോൾ വെച്ച് അടിച്ചിട്ട് അവസാനം ടോക്കിംഗ് പോയിന്റ് ഓഫ് ദ ഗെയിം വാസ് മെറ്റഡസ് മിസ് 99th minute. എല്ലാം കഴിഞ്ഞത് ലാസ്റ്റ് കിക്സ് ഓഫ് ദ ഗെയിം എന്നൊക്കെ പറയായിരുന്നു. ദാറ്റ് വാസ് ദ ഈസിയസ്റ്റ് ചാൻസ്. ഓൾ ദ ഗോൾസ് 6 അടിച്ചിരുന്നു, അതിലത്തെ ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ് ആണ്. അതെ അതെ, FPL ചലഞ്ചില് ചലഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതില് ഏറ്റവും 3 ഗോൾ മെറ്റയുടെ 3 ഗോൾ അങ്ങനെ ഹൈ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഗോളായിരുന്നു. ഇനി നമുക്ക് വേറെ നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട്. ടോട്ടനം ലോസ്റ്റ് അറ്റ് ഹോം വില്ലന്റെ കൂടെ. അതെ, സ്പേഴ്സ് വില്ല മാച്ചില് അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല മൊമെന്റ് ഉണ്ട് ആസ്റ്റൺ വില്ലയ്ക്ക്. ആ ഒരു വിന്നിംഗ് സ്ട്രീക്ക് അവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോട് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ജയിച്ച് പോകുന്നുണ്ട്. സൈലന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ദേ ഹാവ്. എന്തായാലും സ്പേഴ്സിന്റെ മിഡ്ഫീൽഡ് അവർ എന്തായാലും ടെസ്റ്റ് ചെയ്തു. അതെ, സ്പേഴ്സ് ആദ്യം ഗോൾ അടിച്ചപ്പോ വിചാരിച്ചു ഒരു 3-4 ഗോൾ അടിച്ച് അവർ ജയിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, വില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. ആ ബുവൻഡിയൊക്കെ തിരിച്ച് വീണ്ടും നമ്മൾ കഴിഞ്ഞ സീസണിൽ അത്ര അധികം കണ്ടില്ല, പക്ഷെ ആളൊക്കെ കുറച്ചുകൂടി നല്ല രസമായിട്ട് കളിച്ചു തുടങ്ങി. റോജേഴ്സ് ഫോമിൽ വന്നു. അവര് നല്ലൊരു മൂവ്മെന്റിലാണ് വില്ല. വില്ലയുടെ കാര്യം പറയുമ്പോ നമ്മുടെ ഒരു പയ്യനോടെ പോയിട്ട് ഒരു കാര്യം. എനിക്ക് അതിലൊരു ഡൗട്ട് ഉണ്ട്. ഈ എലിയട്ടിന്റെ ഡീലിലേ ഇത്ര മാച്ച് സ്റ്റാർട്ട് ചെയ്താലേ പെർമനന്റ് ആവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ക്ലോസ് ഉണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇല്ലെങ്കിൽ കളിപ്പിക്കില്ല. ഇതിന്റെ പോലെ അത്രയും നല്ലൊരു പ്ലെയറിനെ കളിപ്പിക്കാതെ ഇരിക്കാന്ന് വെച്ചാൽ, അതായത് അവൻ അങ്ങോട്ട് പോയത് ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് കളിക്കാൻ. പക്ഷെ അവിടെ പോയിട്ടും കളിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭേദമായിരുന്നില്ലേ? കാരണം അറ്റ്ലീസ്റ്റ് ഈസ് പ്ലേയിങ് ഫോർ ലിവർപൂൾ, ചാമ്പ്യൻസ് ലീഗ് ബിഗ് മാച്ചസ്, കപ്പ് മാച്ചസ്. എനിക്ക് ആ ഡീല് പിന്നെ ഉള്ളത് ആ മറ്റേ പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീറ്റൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഡീലാന്ന് പറയുന്നുണ്ട് നമ്മുടെ റോജേഴ്സ് അല്ലെ. അതാവണമെന്നുള്ളത് പ്രോബബ്ലി. ഒരു റീസൺ എന്ന് വെച്ചാൽ ബുണ്ടിയ ബിക്കേം ഓൺ ഫോം. ലാസ്റ്റ് ഇയർ എമറി വേണ്ട എന്ന് പറഞ്ഞൊരു പ്ലെയർ ആയിരുന്നു. ഹി വാസ് ഓൺ ദ ഷോപ്പിംഗ് ലിസ്റ്റ്. പക്ഷെ ഈ സീസണിൽ എല്ലാ കളിയും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഹി സ്റ്റിൽ നോട്ട് ഓൺ അവരുടെ ടോപ്പ് പ്രയോറിറ്റി. പക്ഷെ കളിക്കുന്ന കളികൾ സബായിട്ട് വരുന്ന ഭയങ്കര ഇമ്പാക്ട് ആണ്. നമ്മളിപ്പോ XGK എന്നൊക്കെ പറയുന്നില്ല, നമ്മുടെ ആ ഒരു ലെവൽ ഇമ്പാക്ട് ആണ് അവിടെ ബിൻഡിയൊക്കെ ഉള്ളത്. ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 കളിയായിട്ട് ഇവരെ വിൻ സ്ട്രീക്ക് വരുന്ന സമയത്ത് എല്ലാ കളി നോക്കിയാലും ഇവന്റെ ഇൻട്രൊഡക്ഷൻ ദാറ്റ് ചേഞ്ച് ദ ഗെയിം. പിന്നെ നമ്മൾ പുതിയതൊന്നും അല്ലല്ലോ. ബൂമന്റെ ഓൾറെഡി പ്രീമിയർ ലീഗിൽ കളിച്ച് വളർന്ന പ്ലെയർ അല്ലേ. സോ നമുക്കറിയാം ആളുടെ ടാലന്റിനെ കുറിച്ച്. പെക്കിംഗ് ഓർഡറിൽ എലിയറ്റിനെക്കാട്ടിലും മേലെ വരികയാണെങ്കിൽ എലിയറ്റ് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അടുത്ത മാച്ച് വേറെ ടോപ്പിക് പോയിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെയാണ്. അതായത് ചെൽസി ബാക്ക് ടു ബാക്ക് വിൻ. എന്തൊരു അവസ്ഥയല്ല ക്ലബിന്റെ അവസ്ഥ എന്താലേ. നല്ല രസമായിട്ട് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മാനേജർ അവര് പ്രശ്നങ്ങള് അവരിൽ പുറത്താക്കുന്നു, വേറൊരാളെ കൊണ്ടുവരുന്നു, ആങ്കെ കൊണ്ടുവന്നു. അത് പെട്ടെന്ന് ഒരു കളി ജയിക്കാൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്ക് ഒരു 4 ഗോൾ അടിക്കായിരുന്നു ആക്ച്വലി. അതെ അതെ അതെ, നല്ല ഹാഫായിരുന്നു. അവര് ആങ്കയുടെ കീഴിലുള്ള ഏറ്റവും ബെസ്റ്റ് ഹാഫ് ആയിരുന്നു അത്. പക്ഷെ സെക്കൻഡ് ഹാഫില് തുടക്കം തന്നെ ഗോളുകളോടുകൂടി 2 ഗോളാ പെട്ടെന്ന് ഓണറും സ്പോർട്ടിംഗ് ഡയറക്ടറും നമ്മുടെ നൂനോവും തമ്മിൽ അടിയായി. എഡു വന്നതിന്റെ കൂടെ അതിന്റെ എല്ലാം അലങ്കോലമായിട്ട് പ്രശ്നമായി. ഇനിയിപ്പോ മൻചീനി വരുന്നു പറയുന്നു, ഷോണ്ടൈഷ് വരുന്നു പറയുന്നു. എന്താണെന്നറിയില്ല. കൂടുതൽ ചാൻസ് ഓക്കെ, നമ്മുടെ ഈ ഷോ എന്ന് പറയുന്നത് നമ്മുടെ വാട്ട് വി ആർ പ്ലാനിങ് ഇസ് ബേസിക്കലി നമ്മള് വിൽ ഡു എ റിവ്യൂ ഷോ ഓൺ മൺഡേസ്.
and then we'll do a preview show on Friday. അപ്പോ പക്ഷെ ഈ സീസണിൽ ഒരു പ്രത്യേകത എന്താ, സീസണല്ല നമ്മുടെ ഇപ്പോഴത്തെ ഫിക്സ്ഡ് കണ്ടീഷനിൽ എല്ലാ വീക്കും മിഡ് വീക്ക് മാച്ച് ഉണ്ട്. സോ വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ഗെയിം. അതിന്റെ ഒരു ചെറിയ പ്രിവ്യൂ. നമുക്ക് പ്രതീക്ഷകൾ അസ്തമിക്കാറായോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫ്രാങ്ക്ഫർട്ട് അവേ പോകുന്നതിന്റെ മുന്നേ ഈ വീക്കില് ഒരു റെയർ കേസ് ഉണ്ടായിരുന്നു. വാർ വെന്റ് ക്രിസ്റ്റൽ പാലസിന്റെ സാറിന് ഫൗൾ ചെയ്തതിന് യെല്ലോ കാർഡ് കൊടുത്തു. ഇവര് പോയിട്ട് വാർ ചെക്ക് ചെയ്യാൻ പറഞ്ഞ യൂഷ്വലി 99% ഇറ്റ് ഗെറ്റ്സ് ഓവർ ടേൺ. യെല്ലോ മാറ്റി റെഡ് കൊടുക്കുമായിരിക്കും വിചാരിച്ചു. ഗുഡ്. വാർ പോയി പറഞ്ഞു റെഡ് ആണെന്ന് പറഞ്ഞ് റെഫറി പോയി നോക്കിയിട്ട് പറഞ്ഞു ഐ സ്റ്റിൽ സ്റ്റാൻഡ് വിത്ത് മൈ ഡിസിഷൻ. ഗുഡ് കോൾ ആക്ച്വലി. കോൾ വാസ് വാസ് ഗോയിങ് അവേ ഫ്രം ദ പോസ്റ്റ്. ഡിഫൻഡർ ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഡിഫൻഡർ. പക്ഷെ ഇറ്റ്സ് എ റിഫ്രഷിംഗ് തിങ്. യൂഷ്വലി നമ്മൾ എല്ലാവരും പറയുന്നത്, എല്ലാ ഗെയിമിലും എല്ലാ ക്ലബ്സും ഒരുപോലെ പറയുന്ന സാധനമാണ് റെഫറി സ്റ്റാൻഡേർഡ്സ് ഇസ് ബാഡ്. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് വീക്ക് ഓർ ദിസ് പെർട്ടിക്കുലർ കോൾ ദാറ്റ് വാസ് ഗ്രേറ്റ്. നല്ലതായിരുന്നു. ശരിക്കും സർപ്രൈസ് ആയി പോയി അങ്ങനെ ടേൺ ഡിസിഷൻ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴേ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു മാച്ചിനെ കൂടി കുറിച്ച് പറയാതെ പറ്റില്ല, അതും കൂടി പറഞ്ഞ് നിർത്താൻ വേണമെങ്കിൽ. കാരണം സണ്ടർലാൻഡ് പ്രൊമോട്ടഡ് ആയി വന്ന് അവര് ഇപ്പൊ തന്നെ തിരിച്ച് താഴെ പോകുമെന്ന് പ്രതീക്ഷിച്ച ടീമാണ്. കാരണം ചില ക്ലബുകൾ വന്നിട്ട് കുറെ പ്ലേയേഴ്സിനെ മേടിച്ചു കൂട്ടും, അവര് ആ ഒരു ഫ്ലോയിലേക്ക് വരില്ല. ഇവരങ്ങനെയല്ല, ഇവര് വന്നിട്ട് കുറെ പ്ലേയേഴ്സിനെ മേടിച്ചു, എന്നിട്ടും മേടിച്ചു കൂട്ടിയിട്ട് അവര് നന്നായിട്ട് കളിക്കുന്നു. മറ്റേ റെലഗേഷൻ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടീമിന്റെ അടുത്ത് ജയിക്കണു. ഇപ്പൊ വൂൾസിനെ തോൽപ്പിച്ചു. മാത്രമല്ല അവരുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ഡിഫൻസ്. ആർസനലിനോട് അടുത്ത് നിൽക്കുന്ന അവരുടെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഗോൾസ് ഒക്കെ അധികം കൺസീഡ് ചെയ്തിട്ട് അവര് എനിക്ക് തോന്നുന്നില്ല എത്തവണ റെലഗേഷനിൽ പോകുന്നു തോന്നുന്നില്ല. അതെ, റെലഗേഷൻ ബാറ്റിൽ ഇത്തവണ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും മിക്കവാറും. ഏത് ടീമാണ് പറയാൻ പറ്റില്ല. എന്തായാലും ഫ്രാങ്ക്ഫർട്ട് പറയൂ. ഫ്രാങ്ക്ഫർട്ട് എക്കിറ്റിക്കയുടെ പഴയ ടീം. സോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് കാണാം. ഫ്രാങ്ക്ഫർട്ടിന്റെ ഗെയിംസ് കണ്ടിട്ടുണ്ടായിരുന്നു? ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാന് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒരു കളി കണ്ടു. അതിന് മുന്നേ അതായത് പ്രീമിയർ ലീഗ് ബ്രേക്കിന് മുന്നത്തെ ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഗെയിമാണ്. നല്ല രസമുണ്ട്. നമുക്ക് നല്ല അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കിട്ടും. കിട്ടാനും ചാൻസ് ഉണ്ട് എന്തായാലും. കാരണം അവന്മാര് അതുപോലെ ഒഫൻസീവ് ഓവർലോഡ് ചെയ്യുന്ന ടീമാണ്. ഓപ്പൺ അറ്റ് ബാക്ക് ആണ്. നമ്മൾ അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. നല്ല ഗെയിം ആയിരിക്കും, ഓപ്പൺ ഗെയിം ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നവര് നമ്മുടെ മാച്ചിന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേർഡ്സ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ കിയേസ സ്റ്റാർട്ട് ചെയ്യാനുള്ള നല്ല ചാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രിംഗ്പോം സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് മിക്സ് ആയിരിക്കും പ്ലേയേഴ്സിന്റെ. ഫ്രിംഗ്പോം ആയിരിക്കും റൈറ്റ് ബാക്ക്. കൊനാറ്റെ, വിവിഡി will definitely start. Probably Robertson on the left back. Gravenberch fit ആണെങ്കിൽ he'll definitely play. Curtis Jones instead of ഡൗട്ട് ആണ് റീസെന്റ് ആംഗിൾ എങ്ങനെയാണുള്ളത്. ലേറ്റസ്റ്റ് ന്യൂസിൽ കുറച്ചുകൂടി അപ്ഡേറ്റ് ആവുമായിരിക്കും. ഇൻ കേസ് എന്താ പറയാ ഗ്രാവൻബെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മെക്കാലിസ്റ്റർ വിൽ പ്ലേ. ജോൺസ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്. സോബോസ്ലൈ എന്താവും. ഐ സ്റ്റിൽ ബിലീവ് റൈറ്റ് സൈഡ് സലാ ആയിരിക്കും. ഇക്കിറ്റേക്ക് അപ്പ് ടോപ്പ് ആൻഡ് ഒരു ചേഞ്ച് കൂടി കൊനാറ്റെ ഉണ്ടാവില്ല, ഗോമസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഹൈലി ലൈക്ലി. കാരണം എന്താ വെച്ചാൽ പുള്ളി ഇഞ്ചേർഡ് ആയിരുന്നല്ലോ ഈ ഇന്റർനാഷണൽ ബ്രേക്കില്. അപ്പോൾ ബാക്ക് ടു ബാക്ക്. ഗുഡ് പോയിന്റ്. ഗണേഷ് അതിൽ ചേഞ്ച് ഉണ്ടോ ലൈനപ്പില്? എന്റെ ഇതില് ഗ്രാവൻബർച്ച് എന്തായാലും റെസ്റ്റ് കൊടുക്കുന്ന തോന്നണേ. നമുക്ക് മോസ്റ്റ്ലി ജോൺസ് ആൻഡ് സൊബോസലൈ ആയിരിക്കും. ജോൺ സൊബോസലൈ വേർഡ്സ് ആയിരിക്കും. പിന്നെ കിയേസ, എക്കിറ്റിക്കെ, സാലായിരിക്കും. Kiesa on left. So starting. Alisson will take 2 more weeks, അല്ലേ? Next week ഇല്ലാന്ന് പറയുന്നു.
ആക്ച്വലി ഈ വീക്ക് പ്രഡിക്ഷൻ എന്താണ്? നമ്മൾ ജയിക്കും ജയിക്കും. ജയിക്കും ഉറപ്പാണ്. ഒരു 3-2 നമ്മൾ ജയിക്കും. പക്ഷെ 3-2 അവർ ജയിച്ചു. അല്ല, ബേസിക്കലി ലിവർപൂൾ 2-3 ഹെവി ആയതുകൊണ്ട് നമ്മള് 2 ഗോളിന് ജയിക്കും. 2 ഗോളിന് 0-2. നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യില്ല, അങ്ങനെ ജയിക്കും. 0-2. ഫാന്റാസ്റ്റിക്. നല്ലൊരു വേറെ പെർഫോമൻസ്. മാച്ച് നല്ല മാച്ചസ് ഉണ്ട് ഈ വീക്കെൻഡ്. ആക്ച്വലി ആർസണൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്, അത്ലറ്റിക്കോ ഉണ്ട്, Villarreal City ഉണ്ട്. Villarreal has been playing really well this season. La Liga they are third. Last 2 matches ഒന്ന് ഇതായി, പക്ഷെ Villarreal is doing well. എന്തായാലും നമ്മളിപ്പം ഈ ഫോം വെച്ചിട്ട് ഈ ഫ്രാങ്ക്ഫർട്ട് is a must win game actually. കാരണം നമുക്കിനി വരാനുള്ളത് മെഡ്രിഡാ. അതെ നമുക്ക് ടോപ്പ് 8 കിട്ടണം എന്നുണ്ടെങ്കിൽ we have to win. സ്റ്റാർട്ട് വിന്നിംഗ്. നമ്മൾ ജയിക്കും. നമ്മൾ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ ജയിക്കും ഉറപ്പാണ്. ഓക്കെ, ഇറ്റ് വാസ് our first podcast. നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. റാന്റിങ്ങിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. ബട്ട് സ്റ്റിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നില്ലെങ്കിൽ പിന്നെ ഫാൻസ് അതുകൊണ്ട് കാര്യമില്ല. അപ്പോ anyway, let's hope things will improve. I think we have the good thing is we have the players to do it. We have the team to do it. I think it's time for Slot to step up, find an out of the box solution, change everything, throw the whatever you prepared for preseason is not working, so do something different. It's my opinion. Overall, I think it's been bad few weeks, but I hope this podcast will be നമ്മുടെ എസ്പെഷ്യലി കേരള റെഡ്സിലെ ഓരോ ഫാൻസ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഒരു തെറപ്പറ്റിക് ഒരു സെഷൻ പോലെ ആവുമെന്ന് വിചാരിക്കുന്നു. എനിവേ, എന്തെങ്കിലും നമ്മുടെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്ട്രാ നമ്മുടെ അഡീഷൻസോ എന്തെങ്കിലും പറയണമെങ്കിൽ പറയൂ, കമന്റ് ചെയ്യൂ. ദിസ് ഇസ് എ വെരി ഫ്രണ്ട്ലി പോഡ്കാസ്റ്റ്. വി ആർ നോട്ട് എക്സ്പേർട്സ് ഹിയർ. അഗൈൻ ഞാൻ പറയുന്നു, നമ്മൾ ബയസ്ഡ് ആണ്. നമ്മുടെ ലിവർപൂൾ അല്ലാത്ത ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ don't feel bad if you're talking something bad about your manager or your playing style or anything, because we are biased Liverpool fans. But credit where it's due, and I think Manchester United deserves a lot of credit to come into Anfield. Our situation they won, and I think we can no longer take City lightly. I think they are as good as City form ayal title challengers thaneyana. They are always there. And വേറൊരു പോയിന്റ് what I felt is that നമ്മുടെ ഈ സ്ലംപ് കാണുമ്പോൾ ലാസ്റ്റ് സീസൺ സിറ്റിക്കുള്ള സ്ലംപ് തോന്നുന്നു. അടുപ്പിച്ച് ഒരു 2 മാസം അത്രയും ആവാതിരിക്കട്ടെ വിചാരിക്കുന്നു. എന്തെങ്കിലും പോയിന്റ്സ് വരെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. More or less we have covered everything. Title challenges എന്ന് പറയുമ്പോൾ നമ്മുടെ 3 teams, Arsenal, Liverpool and City. ഈ 3 ചാൻസ് ഉള്ളൂ. Chelsea ഔട്ട്സൈഡ് ചാൻസ് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് എന്താ പറയാ, ഒരു മൊമെന്റം അവർക്കില്ല ആക്ച്വലി. പ്രോബ്ലി നെക്സ്റ്റ് സീസൺ അവരുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഗണേശന് ദിവാലി പരിപാടികളിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. എല്ലാവർക്കും തിരക്കുണ്ട് ദിവാലി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദിവാലി. We will be back. Hopefully, I think we'll be doing 2 shows every week, Friday and Monday. So we'll be back with preview and hopefully a happy review of the Champions League match. അപ്പോ സന്തോഷം. എല്ലാരും വീഡിയോസ് കാണുക, സജഷൻസ് പറയാം. താങ്ക് യു സോ മച്ച്. Thank you.